ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മളിന്ന് നോക്കുന്നത് 9ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയാണ്. ഭാഗം 1 ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ കേരള പാഠാവലിയിൽ നമ്മൾ നോക്കുന്ന ചാപ്റ്റർ യൂണിറ്റ് 1 നമ്മുടെ കംപ്ലീറ്റ് ആണ്. യൂണിറ്റ് 2 ഭൂമിയാകുന്നു നാം എന്ന യൂണിറ്റിലെ ആന ഡോക്ടർ എന്ന പാഠമാണ് കേട്ടോ. ആന ഡോക്ടർ എന്ന പാഠത്തിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള വിശദീകരണം, അതുപോലെ തന്നെ അതിലെ ചോദ്യോത്തരങ്ങൾ, ആക്ടിവിറ്റീസ് എല്ലാം ഉൾപ്പെടുന്ന ക്ലാസ്സാണിത്. എല്ലാം ഒരു ക്ലാസ്സിൽ തന്നെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആന ഡോക്ടർ എന്ന പാഠം നമുക്ക് നോക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. കേരള പാഠാവലിയുടെ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഭൂമിയാകുന്നു നാം എന്ന യൂണിറ്റിലെ ആന ഡോക്ടർ എന്താ കഥ എന്ന് ആദ്യം നോക്കാം കേട്ടോ. ആദ്യത്തെ യൂണിറ്റ് തുടങ്ങുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു പക്ഷിയുടെ കൂട്, ഒരു തത്തമ്മ, മയില്, അങ്ങനെ കുറേ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. കിളിക്കൂട്, കിളിക്കു വേണ്ടത് കിളിക്കൂട് എന്നു നാം പറഞ്ഞു പറ്റിപ്പു കിളിയെ നമ്മളെ, കിളിക്കുണ്ടാകാശം കിളിക്കൂടായി അതിലുറങ്ങുവാൻ വിടില്ലൊരു കിളിയെയും. അപരിഗ്രഹം പ്രഭാവർമ്മയുടെ ഒരു കവിതയാണിത്. അപ്പം ഇതിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ കവിത വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. നമ്മളോടൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നതാണ്, ജീവജാലങ്ങളോടുള്ള നമ്മുടെ സമീപനം മാറേണ്ടതുണ്ടോ? പ്രതികരിക്കുക. അപ്പോൾ ഇതിനുത്തരം തീർച്ചയായും മാറേണ്ടതുണ്ട്. മനുഷ്യൻ ഭൂമിയുടെ ഉടമയല്ല, മറിച്ച് അതിൻ്റെ ഭാഗം മാത്രമാണെന്ന തിരിച്ചറിവ് ഉണ്ടാകണം. കൂട് ഒരുക്കുന്നതിനേക്കാൾ ജീവജാലങ്ങൾക്ക് അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ സ്വതന്ത്രമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്. ജീവിതത്തിൻ്റെ പൊരുൾ പാരസ്പര്യത്തിലാണ്. കരുണയോടെയുള്ള ജാഗ്രത അത് കാത്തുവെക്കുന്നു. ആന ഡോക്ടർ എന്ന ചാപ്റ്റർ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇൻട്രോഡക്ഷൻ ഒന്ന് വായിക്കാം. മുതുമലയിലെ മൃഗഡോക്ടറാണ് കെ എന്നറിയപ്പെടുന്ന കൃഷ്ണമൂർത്തി. അപ്പോൾ കൃഷ്ണമൂർത്തിയാണ് ഈ കെ കേട്ടോ. വിനോദസഞ്ചാരികൾ വലിച്ചെറിഞ്ഞ കുപ്പിച്ചില്ല് തറഞ്ഞു കയറി ഗുരുതരാവസ്ഥയിലായ പിടിയാനയെ ഡോക്ടർ കെ സാഹസികമായി രക്ഷപ്പെടുത്തുന്നു. വർഷങ്ങൾക്കു ശേഷം ഇതേ അവസ്ഥയിലായ കുട്ടിയാന അമ്മയെ രക്ഷപ്പെടുത്തിയ ഡോക്ടറുടെ അരികിലേക്ക് മുറിവേറ്റ കാലുമായി കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് എത്തിച്ചേരുന്നു. ഇതാണ് കഥയുടെ ഉള്ളടക്കം. നമുക്ക് കഥ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. 10 മണിക്ക് ഞാൻ ഉറങ്ങാൻ കിടന്നു. ഉറക്കം വരില്ല എന്നായിരുന്നു കരുതിയത്. പക്ഷേ ഏതാനും നിമിഷം കൊണ്ട് നന്നായി ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ഉണർന്നപ്പോൾ മുറിയിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടർ കോട്ടിടുകയായിരുന്നു. എന്താണ് ഡോക്ടർ എന്ന് ഞാൻ ചോദിച്ചു. പുറത്ത് ആനയുടെ ശബ്ദം കേൾക്കുന്നു. ചൂരു നോക്കുമ്പോൾ ഇവിടെയുള്ള ആനയല്ല എന്നാണ് തോന്നുന്നത്. ഞാനും എഴുന്നേറ്റ് എൻ്റെ സ്വെറ്റർ എടുത്തിട്ട് കാട്ടാനകളാണോ? ഡോക്ടർ ടോർച്ച് ലൈറ്റ് തെളിച്ചു നോക്കി. പൊതുവെ ഈ വഴിക്ക് കാട്ടാനകൾ വരാറില്ല. ഇവിടെ സെൽവയുടെ ചൂരുണ്ട്. എന്തോ കാരണമുണ്ട്. ഡോക്ടർ ഗംബൂട്ടുകൾ എടുത്തിട്ട് കതക് തുറന്ന് പുറത്തിറങ്ങി. പുറത്തുനിന്ന് വെള്ളച്ചാട്ടം പോലെ തണുത്ത കാറ്റ് അകത്തേക്ക് വന്നു. ഇരുട്ട് വലിയ കറുത്ത തിരശീല പോലെ തൂങ്ങിക്കിടന്നു. പുറത്തിറങ്ങിയപ്പോൾ ഞാൻ നക്ഷത്രങ്ങളെ കണ്ടു. കറുത്ത തിരശീലയിലെ സുഷിരങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ ഡോക്ടർ രാത്രി ഉറങ്ങുകയാണ്. അപ്പോൾ എന്തോ സൗണ്ട് കേട്ട് എഴുന്നേൽക്കുന്നു. അപ്പോൾ ആനയുടെ ചൂരാണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ കാട്ടാനയല്ല. അപ്പോൾ ഡോക്ടർ കതക് തുറക്കുന്നു, പുറത്തു പോയി നോക്കുന്നു, അല്ലേ? കറുത്ത തിരശീലയിലെ സുഷിരങ്ങൾ, പിന്നെ കറുപ്പിൽ കറകൾ പോലെ രൂപങ്ങൾ തെളിഞ്ഞു. അവ മുഴുത്തു കാട്ടിൻ്റെ വിളുമ്പായി, മരങ്ങളായി, ചില്ലകളും ഇലകളുമായി. പിന്നിൽ ആകാശം ചാരനിറത്തിൽ തെളിഞ്ഞു. ഡോക്ടർ അതിനിടയ്ക്ക് ആനകളെ കണ്ടു കഴിഞ്ഞിരുന്നു. പുറത്ത് ആര വന്ന് നിൽക്കുന്നത്? ആനകളാണ് വന്ന് നിൽക്കുന്നത്. ചെറിയ കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞു. എവിടെ എന്ന് ഞാൻ ചോദിച്ചു. 2 വയസ്സ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ദിക്കിലേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി. എൻ്റെ മാറോളം പൊക്കമുള്ള ആനക്കുട്ടിയെ ഇരുട്ടിൻ്റെ ഉള്ളിൽ ഇരുട്ടിൻ്റെ ചലനമായി ഞാൻ കണ്ടു. അപ്പോൾ ഒരു ആനക്കുട്ടിയാണ് അവിടെ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ആനക്കുട്ടിയെ കാണുകയാണ്, കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. ഈ പ്രായത്തിൽ കുട്ടി ഒറ്റയ്ക്ക് വരാറില്ലല്ലോ എന്നു ഞാൻ പറഞ്ഞു. ഡോക്ടർ അടുത്തേക്ക് നടന്നു. ഇരുട്ടിൽ വിളക്കു തെളിച്ചാൽ പിന്നെ കണ്ണു കാണാതെയാവും. അതുകൊണ്ട് കണ്ണുമിഴിച്ചു നോക്കി ഞങ്ങൾ നടന്നു. അല്പസമയത്തിനുള്ളിൽ നിലത്തെ ഉരുളൻ കല്ലുകളുടെ മിനുസവും ഇലകളുടെ എണ്ണത്തിളക്കവും കണ്ടു തുടങ്ങി. ആനക്കുട്ടി പതുക്കെ അമറിക്കൊണ്ട് തുമ്പിക്കൈ നീട്ടി മണം പിടിച്ചു. ഈസി ഈസി എന്ന് ഡോക്ടർ പറഞ്ഞു കൈ രണ്ടും മുന്നിൽ നീട്ടി അദ്ദേഹം അതിൻ്റെ അടുത്തേക്ക് നടന്നു. ആനക്കുട്ടി തലയാട്ടി ജേഴ്സി പശു കരയുന്ന ഒച്ചയിൽ ചിഹ്നം വിളിച്ചു. കാലിൽ വ്രണമുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. ആനക്കുട്ടിക്ക് പരിക്ക് പറ്റിയിട്ടാണ് ആനക്കുട്ടി വന്നിരിക്കുന്നത്.
അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി കാലിൽ വ്രണമുണ്ടെന്ന്. ഡോക്ടർ അടുത്തേക്ക് ചെന്നപ്പോൾ തുമ്പിക്കൈ നീട്ടി അദ്ദേഹത്തെ തൊട്ടു. അതിൻ്റെ ദേഹം ഉലയുന്നത് കണ്ടു. ഡോക്ടർ എന്നോട് നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് കാതിൽ പിടിച്ചു. തിരകളിലെ തോണി പോലെ അതിൻ്റെ ശരീരം ഉലഞ്ഞാടി. തുമ്പിക്കൈ അസ്വസ്ഥമായി പുളഞ്ഞു. അദ്ദേഹം അതിൻ്റെ മുഖത്ത് തൊട്ടപ്പോൾ തുമ്പിക്കൈ അദ്ദേഹത്തിൻ്റെ തോളിൽ വീണ് മലമ്പാമ്പ് പോലെ വഴുതിയിറങ്ങി. വരൂ എന്ന് എന്നെ ഡോക്ടർ വിളിച്ചു. ഞാൻ അടുത്തേക്കു ചെന്നു. അദ്ദേഹം ആ കുട്ടിയാനയുടെ നെറ്റിയിലും ചെവിയിലും തട്ടി സാന്ത്വനപ്പെടുത്തി. അത് തുമ്പിക്കൈ വളച്ച് നീട്ടി എന്നെ തൊട്ട് പരിശോധിക്കാൻ ശ്രമിച്ചു. അപ്പം ഇയാളും അടുത്തേക്ക് പോയപ്പോൾ ആന ഇയാളെ തൊട്ട് നോക്കുകയാണ്. ഇവനെ ഒന്ന് കിടത്തണം, എന്താണ് പ്രശ്നമെന്ന് നോക്കണം, നീ പോയി എൻ്റെ പെട്ടി എടുത്തുകൊണ്ടുവാ. ഡോക്ടർ ഇയാളോട് പറയാണ്, പോയി പെട്ടി എടുത്തിട്ട് വാ, ഇവനെ പരിശോധിക്കണം. ഡോക്ടറുടെ വിളിയിലെ അടുപ്പം ആ സമയത്ത് പോലും എനിക്ക് മനസ്സിലായി. നാവുകൊണ്ട് ബാറ്ററിയെ തൊട്ടതുപോലെ ഒരു ചെറിയ മധുരം. പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ അകത്തുപോയി മരുന്ന് പെട്ടി എടുത്തുകൊണ്ട് വന്നു. ഡോക്ടർ കെ ആനയുടെ വായിലെ ചുവന്ന ഭാഗത്ത് സൂചിയുടെ മുന എറിഞ്ഞ് തറപ്പിച്ചതിനു ശേഷം പമ്പ് പിടിപ്പിച്ച് മരുന്ന് കടത്തി. കുറേ സമയം അത് അസ്വസ്ഥമായി ആടിക്കൊണ്ടിരുന്നു. കുട്ടി ആനകൾ എന്തിനാണ് തുമ്പിക്കൈ രണ്ടു കാലിൻ്റെ നടുക്കും മുൻപോട്ടുമായി ഊഞ്ഞാലടിക്കുന്നത് എന്നു ഞാൻ ചിന്തിച്ചു. ഇടയ്ക്ക് എന്നെ ഒന്ന് തൊട്ടു നോക്കിയാൽ കൊള്ളാമെന്നും അത് ശ്രമിച്ചു. തുമ്പിക്കൈ കുഴഞ്ഞ് തളരുന്നത് കണ്ടു. കാതുകളുടെ അനക്കം നിലച്ച് പിന്നെയും തുടങ്ങി. കാലു തെറ്റി വീഴാൻ പോയി. ഞെട്ടി കണ്ണു തുറന്ന് എന്നെ നോക്കി. 4-5 തവണ നെടുവീർപ്പിട്ടു. ആനയുടെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. ആനയ്ക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന കാര്യങ്ങൾ. തുമ്പിക്കൈ നിലത്തു വീണ് ഊതി മണ്ണ് പറപ്പിച്ചു. പിന്നെ അത് പതുക്കെ മുട്ടുകുത്തിയിരുന്ന് വലതുവശത്തേക്ക് ചെരിഞ്ഞു വീണ് നിശ്ചലമായി. നീ പോയി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് അതിൻ്റെ കാതിലൊഴുക്കി. കുട്ടിയാണ്, കാത് നിലച്ചാൽ തലയ്ക്ക് ചൂട് കയറിയേക്കും, ഡോക്ടർ പറഞ്ഞു. ഞാൻ കുളിമുറിയിലേക്ക് ഓടി. ഞാൻ മടങ്ങി വന്നപ്പോൾ ഡോക്ടർ ആനയുടെ കാലുകൾ ശ്രദ്ധിച്ചു നോക്കുകയായിരുന്നു. ഞാൻ ആനയുടെ കാതുകൾ നനച്ചു. പിന്നെയും കുപ്പി തന്നെ, പക്ഷെ വലുതല്ല, പുണ്ണ് ചീഞ്ഞിട്ടുമില്ല. ഡോക്ടർ പറഞ്ഞു, വിളക്ക് പിടിച്ചോളൂ. ഞാൻ ടോർച്ച് വാങ്ങി വെട്ടം കാട്ടി. വെളിച്ചമാണ് കേട്ടോ വെട്ടം. കുപ്പിയുടെ അറ്റം എനിക്ക് കാണാനായി. ആന ശ്രദ്ധിച്ച് കാലൂന്നിയാണ് നടന്നിരുന്നത് എന്ന് തോന്നി. ഭാരം കുറഞ്ഞ കുട്ടിയുമാണ്. ഡോക്ടർ ഫോർസെപ്പ് കൊണ്ട് ആ ചില്ലിൽ പിടിച്ച് വലിച്ചെടുത്ത് ചോരയുടെ ഗന്ധം. അപ്പം ചില്ല് തറച്ചിരിക്കുകയായിരുന്നു. ഫോർസെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ 2 അറ്റവും നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ആ ഫോർസെപ്പ് കൊണ്ട് ആ ചില്ല് പിടിച്ചെടുത്തു ഡോക്ടർ. ചില്ല് പൊട്ടിയിട്ടില്ല എന്നാ തോന്നുന്നത്. ഭാഗ്യം. ഡോക്ടർ വ്രണത്തിൻ്റെ ഉള്ളിൽ കൈയിട്ട് നന്നായി തിരഞ്ഞു. വെൽ, ഓൾമോസ്റ്റ് ക്ലീൻ, ലക്കി ഗായ്. പഞ്ഞിയിൽ മരുന്ന് നനച്ച് പുണ്ണിൽ തിരുകി കയറ്റി. അപ്പോൾ ആനക്കുട്ടി ഒന്ന് അനങ്ങി. ഹീസ് അവേക്ക്. ഞാൻ കുറച്ചു മരുന്നാണ് കൊടുത്തത്. ഡോക്ടർ ആനയുടെ ചെറിയ കൊമ്പുകളിൽ തൊട്ട് ഹീസ് എ ടസ്കർ, മൈ ആൽഫ മെയിൽ എന്നു പറഞ്ഞു. കുട്ടിയുടെ തുമ്പിക്കൈയും മൂക്ക് അനങ്ങിക്കൊണ്ടിരുന്നു. 1 മണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് നടക്കും. കാലത്ത് മുതുമലയിലേക്ക് മടങ്ങും, ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അതിൻ്റെ ചില്ലൊക്കെ എടുത്ത് അതിന് മരുന്നൊക്കെ കൊടുത്തു. 1 മണിക്കൂറിനുള്ളിൽ അത് എഴുന്നേക്കുമെന്നും ഡോക്ടർ പറയുകയാണ്. മുതുമലയിലേക്കോ? ഞാൻ ചോദിച്ചു. അതെ, അവൻ അവിടെ നിന്നല്ലേ വന്നിട്ടുള്ളത്, ഡോക്ടർ പറഞ്ഞു. നീ ഇവനെ മുൻപ് കണ്ടിട്ടുണ്ട്? ഞാൻ സൂക്ഷിച്ചു നോക്കി. ഇവനെയോ? അപ്പോൾ ഡോക്ടർ പറയും, ഇവൻ മുതുമലയിൽ നിന്നാണ് വന്നിട്ടുള്ളത്, നീ ഇവനെ മുന്ന് കണ്ടിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ഈ കൂടെ നിൽക്കുന്ന ആൾക്ക് മനസ്സിലായില്ല. സൂക്ഷിച്ചു നോക്കി. ഇവനെയോ? അതെ, മുഖം കണ്ടാൽ അറിയില്ലേ? 1.5 കൊല്ലം മുൻപ് മുതുമലയിൽ ഒരു വലിയ ആനയ്ക്ക് ഇതേപോലെ കുപ്പിച്ചില്ല് വലിച്ചെടുത്തില്ലേ? അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന കുഞ്ഞ് ഇവനാണ്. ഇപ്പോൾ ചെറിയ കൊമ്പൊക്കെ മുളച്ച് ആളായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പിന്നെയും നോക്കി. ആനയുടെ മുഖം എങ്ങനെയാണ് തിരിച്ചറിയുക? ഡോക്ടർ ചിരിച്ചു. ഇപ്പം മനസ്സിലായില്ലേ ആനയുടെ കഴിവ്? ആന എത്ര മനുഷ്യമുഖങ്ങളാ ഓർമ്മിച്ചു വെക്കാറുള്ളത്. അപ്പോൾ ആ 1.5 കൊല്ലം മുമ്പ് ആ വലിയ ആനയ്ക്ക് ചില്ലെടുത്തു കൊടുക്കാൻ ഡോക്ടർ പോയിട്ടുണ്ട്. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന കുട്ടി ആനയാണിത്. അത് കുറച്ച് വലുതായി. അപ്പോൾ ആനയ്ക്ക് എങ്ങനെയാണ് ഇത്രയും ആൾക്കാരെ തിരിച്ചറിയാൻ കഴിയുന്നത് എന്നാണ് അപ്പോൾ ഈ കൂടെയുള്ള ആള്, ആ ഒരു ഹെൽപ്പർ അന്താളിച്ച് നിൽക്കുന്നത്. കാരണം ആ ആന കാലിൽ ചില്ല് തറച്ചപ്പോൾ അന്ന് ഈ 1.5 കൊല്ലം മുമ്പ് ഈ ഡോക്ടർ അവിടെ പോയിട്ട് വേറെ ആനേനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഓർമ്മ വെച്ചിട്ടാണ് ഈ ആന ഈ ഡോക്ടറെ തേടി ഇപ്പോൾ വന്നിരിക്കുന്നത്. ഡോക്ടർ എഴുന്നേറ്റ് കൈകൾ തൂത്തു. ഇത്രയും ദൂരം താങ്കളെ തേടി വന്നതാണോ? അമേസിംഗ് എന്ന് ഞാൻ പറഞ്ഞു. പാവം, നല്ല വേദനയുണ്ടാവും. ഈ കുപ്പിച്ചില്ലും കൊണ്ട് എങ്ങനെയാണ് ഇത്രയും ദൂരം ഇവൻ നടന്നത്? ഡോക്ടർ, ആന അങ്ങനെയാണ്, അവ ജീവിക്കുന്നത് കൂടുതൽ വലിയ ലോകത്താണ് എന്ന് പറഞ്ഞു. ആനകളുടെ ഓർമ്മയെപ്പറ്റിയും ചെറിയ അടയാളങ്ങളെ പോലും മനസ്സിലാക്കി അവ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുന്നതിനെ പറ്റിയും ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് 100 കിലോമീറ്റർ നടക്കാനാവും. 300 കിലോമീറ്റർ നടന്ന് ഒരാളെ അന്വേഷിച്ചു പോയ ആനയുടെ കഥ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്.
അത്രയും ഓർമ്മശക്തിയാണ് ആനയ്ക്ക്. എന്നാലും മുതുമലയിൽ നിന്ന് എങ്ങനെയാണ് അവ വന്നത് എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. ഞങ്ങൾ പോയത് ജീപ്പിലായിരുന്നു. അത് നടന്നത് 1.5 കൊല്ലം കഴിഞ്ഞു. മുതുമലയിൽ നിന്ന് ടോപ്പ് സ്ലിപ്പിലേക്ക് വരണമെങ്കിൽ വഴിക്ക് 10 സ്ഥലത്തെങ്കിലും ഗ്രാമങ്ങൾക്കുള്ളിൽ കയറണം. 4 ഇടത്ത് റോഡ് മുറിച്ച് കടക്കണം. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ പോവുകയാണെങ്കിൽ ഈ റോഡ് ഈ റോഡും ഗ്രാമങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് വേണം പോണെങ്കിൽ. പക്ഷെ ഈ ആനക്കുട്ടി ഇത്രയും സുലഭമായിട്ട് പെട്ടെന്ന് ഇയാളെ തേടി വന്നിരിക്കുന്നു. ഞാൻ മടങ്ങി വീടിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് ഡോക്ടർ കെ തിരിഞ്ഞു നോക്കി. ഇരുട്ടിൽ കറുത്ത ചലനങ്ങൾ കണ്ടു. ഒരു വലിയ ആനക്കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ടോർച്ച് പൊന്തിച്ചപ്പോൾ നോ എന്ന് ഡോക്ടർ കെ പറഞ്ഞു. ആനകൾ കുട്ടിയുടെ അടുക്കലെത്തി അതിനെ വളഞ്ഞു നിന്നു. അപ്പോൾ എന്താണ്, പെട്ടെന്ന് ഇവർ വീടിനകത്ത് കയറുന്നതിന് മുമ്പ് വേറെ കുറേ ചലനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നോക്കുമ്പോൾ ആരാണ്, ഈ ആനക്കുട്ടി ഒറ്റയ്ക്കല്ല, ഒരു ആനക്കൂട്ടം തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ടോർച്ച് പൊന്തിച്ചപ്പോൾ ഡോക്ടർ നോ പറഞ്ഞു. ആനകൾ കുട്ടിയുടെ അടുക്കലെത്തി അതിനെ വളഞ്ഞു നിന്നു. വിളിച്ചുകൊണ്ട് പോകട്ടെ, വരൂ, ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ആനക്കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകാൻ ഒരു ആനക്കൂട്ടം തന്നെ കൂടെ വന്നിട്ടുണ്ട്. കുട്ടിയെ ചുറ്റി ആനക്കൂട്ടം നിന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അവരെ ആനക്കുട്ടിയെ വിളിച്ചിട്ട് പോട്ടെ, നമുക്ക് ഉള്ളിലോട്ട് വരാം എന്ന് പറഞ്ഞാൽ അവർ ഉള്ളിലോട്ട് പോയി. ഞങ്ങൾ ഉള്ളിലേക്ക് കടക്കാൻ തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് 30ഓളം ആനകൾ ഒരുമിച്ച് തുമ്പിക്കൈ പൊക്കി ചിഹ്നം വിളിച്ചു. അപ്പോൾ ഇവർ ഉള്ളിലോട്ട് കടക്കുമ്പോഴത്തേക്കും ഒരു 30 ആനകൾ ഒരുമിച്ച് തുമ്പിക്കൈ പൊക്കിയിട്ട് ചിഹ്നം വിളിച്ചു. എൻ്റെ ദേഹം വിറച്ചു. കോൾമയിർ കൊണ്ട് കണ്ണുനീരോടെ ഞാൻ നിന്നു. അതായത് ആനകൾ നന്ദി പറയുകയാണ് ഇവരോട് കേട്ടോ. അറിയാതെ 2 കൈകളും നെഞ്ചോട് ചേർത്ത് കൂപ്പി. ആനക്കൂട്ടം പിന്നെയും ചിഹ്നം വിളി മുഴക്കി. അതെ, ദേവദുന്ദുബികൾ മുഴങ്ങി. മാനത്തെ പെരുമ്പറകൾ ഗർജിച്ചു. കറുത്ത ആകാശത്ത് ആനമുഖമുള്ള കറുത്ത ദേവഗണങ്ങളുടെ മുഖങ്ങൾ തെളിഞ്ഞു. വരൂ എന്ന് എൻ്റെ തോളത്ത് മുട്ടിയിട്ട് ഡോക്ടർ കെ അകത്തേക്ക് നടന്നു. അപ്പോൾ ആനക്കുട്ടിയെ രക്ഷിച്ചതിന് നന്ദി പറഞ്ഞതാണ് ആനകൾ. 30ഓളം ആനകളാണ് ആ ഡോക്ടറെ തേടി ശരിക്ക് വന്നത്. അപ്പോൾ ആന ഡോക്ടർ എന്നുള്ള കഥ ജയമോഹൻ്റെതാണ്. ഇനി നമുക്കിതിൻ്റെ ചോദ്യോത്തരങ്ങൾ അഥവാ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. ആദ്യ ചോദ്യം, നോവൽ ഭാഗത്തെ ഏതെല്ലാം സന്ദർഭങ്ങളാണ് ഡോക്ടർ കെയും ആനകളും തമ്മിലുള്ള വൈകാരിക ബന്ധം സൂചിപ്പിക്കുന്നത്? കണ്ടെത്തി എഴുതുക. ഉത്തരം വരുന്നത് 1.5 കൊല്ലം മുൻപ് അമ്മയുടെ കാലിൽ തറച്ച കുപ്പിച്ചില്ല് ഊരിയെടുത്ത ഓർമ്മയിലാണ് മയിലുകൾ താണ്ടി കുന്നിറങ്ങി ഗ്രാമങ്ങൾ കടന്ന് അന്ന് അമ്മയോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയാന വന്നിരിക്കുന്നത്. തങ്ങൾക്കു ചെയ്ത ഉപകാരത്തെ നന്ദിയോടെ ഓർത്തു വെച്ചിരിക്കുകയാണ് കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആന. ആനകൾ അങ്ങനെയാണ്. അവ ജീവിക്കുന്നത് കൂടുതൽ വലിയ ലോകത്തിലാണ്. ചെറിയ അടയാളങ്ങൾ പോലും ഓർത്തുവെക്കുന്ന വിശാലമായ മനസ്സാണ് ആനകൾക്കുള്ളത് എന്ന് കഥാകാരൻ പറയുന്നു. പാഠഭാഗത്തെ നിരവധി സന്ദർഭങ്ങളിൽ നിന്നും തൻ്റെ അമ്മയെ രക്ഷിച്ച മനസ്സിനോട് ആദരവ് കാണിക്കുന്ന ആ വലിയ മൃഗത്തെയും മൃഗങ്ങൾക്ക് മുന്നിൽ പോലും എളിമയോടെ കാരുണ്യത്തിൻ്റെ കടലായി വർത്തിക്കുന്ന ഡോക്ടറെയും പാരസ്പര്യത്തിൻ്റെ പൊരുളുകൾ തുറക്കുന്ന പുസ്തകങ്ങളായി കാണണം. അടുത്തത്, പിന്നെയും കുപ്പി തന്നെ എന്നെ ഡോക്ടറുടെ വാക്കുകളിൽ തെളിയുന്ന അനുഭവ പാഠമാണല്ലോ ആ കുട്ടിക്കൊമ്പനെ ഇവിടെ എത്തിച്ചത്. പഞ്ഞിയിൽ മരുന്ന് മുക്കി മുറിവിൽ തേക്കുമ്പോൾ ആനക്കുട്ടി ഒന്ന് ഞരങ്ങി എന്ന സന്ദർഭത്തിൽ ഡോക്ടർ ഹൃദയം കൊണ്ട് ആനക്കുട്ടിയെ സ്പർശിക്കുന്നുണ്ട്. ഒടുവിൽ കാലിലെ ചില്ലെടുത്ത ശേഷം ഇരുളിൽ മറഞ്ഞു നിന്ന ആനക്കൂട്ടങ്ങൾ കുട്ടിയെ വളഞ്ഞു. ആനകൾ കൂട്ടത്തോടെ നന്ദി പ്രകടിപ്പിക്കുന്ന ആ രംഗം ഓരോ വായനക്കാരിലും നന്ദിയുടെ 100 ചിഹ്നം വിളികൾ കേട്ടിട്ടുണ്ടാകും. വൈകാരികത മനുഷ്യരുടെ കൊച്ചു ലോകത്തിനു മാത്രം സ്വന്തമായതല്ല എന്ന വലിയ തിരിച്ചറിവാണിത്. വേദനിക്കുന്നവന്റെ ശരീരത്തിനും മനസ്സിനും നൽകുന്ന ചെറിയ തലോടൽ പോലും സൃഷ്ടിക്കുന്നത് വലിയ മാനവികതയാണ് എന്ന സത്യമാണ് ഇവിടെ പ്രകടമാകുന്നത്. പുറത്തുനിന്ന് വെള്ളച്ചാട്ടം പോലെ തണുത്ത കാറ്റ് അകത്തേക്ക് വന്നു. ഇരുട്ട് വലിയ തിരശീല പോലെ തൂങ്ങിക്കിടന്നു. പുറത്തിറങ്ങിയപ്പോൾ ഞാൻ നക്ഷത്രങ്ങളെ കണ്ടു. കറുത്ത തിരശീലയിലെ സുഷിരങ്ങൾ. ഇത്തരം പ്രയോഗങ്ങളാണ് ഗദ്യഭാഷയെ കൂടുതൽ ആകർഷകമാക്കുന്നത്. പാഠഭാഗത്തിലെ മറ്റു സന്ദർഭങ്ങൾ കൂടി കണ്ടെത്തി അവ നോവൽ ഭാഗത്തിന് എങ്ങനെ ഭംഗി നൽകുന്നു എന്ന് ചർച്ച ചെയ്യുക.
ഉത്തരം: വായനക്കാരന്റെ ഹൃദയത്തെ തൊടുന്നതാവണം ഓരോ സാഹിത്യരചനകളും. കവിതയായാലും കഥയായാലും മറ്റേതു തരം രചനകളായാലും അത് സംവദിക്കാൻ ഉദ്ദേശിക്കുന്ന അതേ അർത്ഥവും ആവേശവും വായനക്കാരനിൽ അവശേഷിക്കുമ്പോൾ മാത്രമാണ് ആ രചന കൊണ്ട് എഴുത്തുകാരൻ ഉദ്ദേശിച്ച പൂർണ്ണത കൈവരികയുള്ളൂ. വായനയ്ക്കൊടുവിലും വായിച്ച ഹൃദയത്തിൽ നിന്ന് വർണ്ണനകളുടെയും ഉപമയുടെയും കുത്തൊഴുക്കുണ്ടാകണം. അത്തരത്തിൽ വാക്യാർത്ഥങ്ങൾ കൊണ്ട് മനോഹരമാക്കിയ കൃതിയാണിതും. കാടിന്റെ മനോഹാരിതയും കൂരിരുട്ടിന്റെ ചന്തവും ആനയുടെയും ഡോക്ടറുടെയും സംവേദനങ്ങളും മനോഹരമായ ഭാഷയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് കഥാകാരൻ. പുറത്തുനിന്നും വെള്ളച്ചാട്ടം പോലെ തണുപ്പ് അകത്തേക്ക് വന്നു എന്നതിൽ തണുപ്പിന്റെ തീവ്രതയും തുടർച്ചയുമാണ് കാണുന്നത്. വെള്ളച്ചാട്ടം ഒരു ശക്തിയാണല്ലോ. അത്രമേൽ തീവ്രമായ തണുപ്പ് എന്നാണ് ഈ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇരുട്ടിനെ തിരശീല പോലെയാണ് ഉപമിക്കുന്നത്. തിരശീലയ്ക്കു കനമില്ല, നേരിയതാണ്. അതുകൊണ്ടാണല്ലോ ആനയുടെ നേരിയ നിഴലനക്കങ്ങൾ പോലും അവർക്ക് മനസ്സിലായത്. ഇരുട്ടിന്റെ തീവ്രതയെ നിസ്സാരവൽക്കരിക്കുകയാണിവിടെ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ സുഷിരങ്ങളായാണ് കഥാകാരൻ കാണുന്നത്. അങ്ങനെ വാക്കുകൾ കൊണ്ട് വരച്ചിട്ട മനോഹര ചിത്രങ്ങളാണ് ഈ കഥ. സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും നേർക്കാഴ്ചകളാണ് വായനക്കാരനിൽ ഈ ഗദ്യഭാഗം സൃഷ്ടിക്കുന്നത്. അടുത്ത ചോദ്യം: ചിന്താവിഷ്ടയായ സീത എന്ന എൻ കുമാരനാശാന്റെ ഒരു കൃതിയാണിത്. തരു പക്ഷി മൃഗങ്ങളോടും ഇന്നരോടും സുരരോടും എന്നുമേ ഒരു മട്ടി വരുള്ളിൽ ഏന്തുമ സരള സ്നേഹരസം നിനപ്പൂന്ന ഞാൻ. അപ്പൊ ഇതൊരു കവിതയാണ്. ഈ വരികളിലെ ആശയവും നോവൽ ഭാഗവും വിശകലനം ചെയ്ത് ഡോക്ടർ കെ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക എന്നാണ്. നമുക്ക് ഡോക്ടർ കെയുടെ കഥാപാത്ര നിരൂപണമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഡോക്ടർ കെ മറ്റുള്ള മനുഷ്യർ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതയ്ക്ക് പരിഹാരമാവുകയാണ്. ഡോക്ടർ കെ മനുഷ്യനോ മൃഗങ്ങളോ സസ്യലതാദികളോ എന്ന ഭേദമില്ലാതെ സ്നേഹം, സ്വാന്തനം എന്നീ പ്രകൃതി സത്യത്തിലൂന്നി ജീവിക്കുകയാണ്. ഡോക്ടർ കെ ചിന്താവിഷ്ടയ സീതയിൽ സ്നേഹഗായകൻ കുമാരനാശൻ പറയുന്നത് പോലെ, ഇവിടെ ഫുൾ സ്റ്റോപ്പാണ്. ചിന്താവിഷ്ടയ സീത സ്നേഹഗായകൻ കുമാരനാശൻ അദ്ദേഹത്തിന്റെ ആണ്. വൃക്ഷമെന്നോ പക്ഷിമൃഗാദികളെന്നോ മനുഷ്യരെന്നോ ദൈവമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരിലും സ്നേഹമെന്ന ചൈതന്യമാണ് നിറഞ്ഞിരിക്കുന്നതെന്നും അതാണ് ജീവിതമെന്നും മനസ്സിലാക്കിയാൽ ഭൂമിയിലെ സർവ്വചരാചരങ്ങളും അത്രമേൽ മനോഹരമായി വസിക്കും. ആശാന്റെ എല്ലാ കവിതകളുടെയും ആന്തരികാർത്ഥം സ്നേഹമാണ്. സ്നേഹമാണ് അഖിലസാരസ മൊഴിയിലെന്ന് ആശാൻ പാടുമ്പോൾ സ്നേഹമാണ് പ്രപഞ്ചമെന്ന തത്വമാണ് ആവിഷ്കരിക്കപ്പെടുന്നത്. മറ്റുള്ള മനുഷ്യർ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികൾക്ക് പരിഹാരമാവുകയാണ് ഡോക്ടർ. എല്ലാവരോടും സ്നേഹവും സാന്ത്വനവും മാത്രമാണ് അദ്ദേഹം നൽകുന്നത്. സ്നേഹം പങ്കുവയ്ക്കാനുള്ളതാണെന്ന സത്യമാണ് ഡോക്ടർ കെ എന്ന വ്യക്തിയിലൂടെ അദ്ദേഹത്തിന്റെ തൊഴിലിലൂടെയും ഈ പാഠഭാഗം പറഞ്ഞു വയ്ക്കുന്നത്. അടുത്തത് നമുക്കൊരു പ്രഭാഷണമാണ്. വിനോദസഞ്ചാരികളിൽ ചിലരുടെ പ്രവൃത്തികൾ വന്യമൃഗങ്ങളുടെ സ്വൈരജീവിതത്തെ എങ്ങനെയെല്ലാം ദോഷകരമായി ബാധിക്കുന്നു എന്ന് നാം നോവൽ ഭാഗത്ത് കണ്ടു. ഇതുപോലെ പ്രകൃതിയുടെ താളം തെറ്റിക്കുന്നതുമായി ബന്ധപ്പെട്ടതും മൃഗങ്ങൾ പ്രാധാന്യത്തോടെ വരുന്നതുമായ നിരവധി വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ. അവ വിശകലനം ചെയ്ത് പ്രകൃതിയെ കരുതലോടെ കാക്കാമെന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കി അവതരിപ്പിക്കുക. ഇവിടെ ഒരു പ്രഭാഷണമാണ് വേണ്ടത്. അപ്പോൾ പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ നമ്മൾ പറയുകയാണല്ലോ. അപ്പോൾ ഒരു ഹെഡിങ് കൊടുക്കുക, പ്രകൃതിയെ കരുതലോടെ കാക്കാം. പിന്നെ ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ എന്നാണ് ഞാനിവിടെ തുടങ്ങിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, വേണമെങ്കിൽ എഴുതാം, വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ചില മനുഷ്യർ നടത്തുന്ന അവിവേകമായ പ്രവർത്തികൾ വന്യമൃഗങ്ങളുടെ സ്വൈരജീവിതത്തെ എങ്ങനെ തകർക്കുമെന്നു എന്ന് നാം കണ്ടു കഴിഞ്ഞു. പ്രകൃതിയുടെ താളം തെറ്റുന്നത് മനുഷ്യന്റെ ഇടപെടലുകൾ മൂലമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പ്രകൃതിയെ കരുതലോടെ കാക്കാമെന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ വിനോദത്തിനായി വനമേഖലകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പലപ്പോഴും മറന്നു പോകുന്നത് അതൊരു വലിയ ആവാസ വ്യവസ്ഥയാണെന്ന കാര്യമാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതും അമിതമായ ശബ്ദമുണ്ടാക്കുന്നതും അവയുടെ സ്വാഭാവിക ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നു. കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നതും വന്യജീവികൾ അക്രമാസക്തരാകുന്നതും പ്രകൃതിയുടെ താളം തെറ്റുന്നതിന്റെ ലക്ഷണങ്ങളാണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മാലിന്യമുക്തമായ യാത്രകൾ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക. വനനിയമങ്ങൾ പാലിക്കുക. വനമേഖലയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിശബ്ദത പാലിക്കുകയും വന്യമൃഗങ്ങളെ ശല്യം ചെയ്യാതിരിക്കുകയും ചെയ്യുക. ബോധവൽക്കരണം. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക.
നമുക്ക് ജീവിക്കാൻ ഈ ഭൂമി അല്ലാതെ മറ്റൊരു ഇടമില്ല. വരും തലമുറയ്ക്കായി പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. വനവും വന്യജീവികളും സംരക്ഷിക്കപ്പെട്ടാൽ മാത്രമേ മനുഷ്യരാശിക്കും നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് പ്രകൃതിയെ കരുതലോടെ കാക്കാമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. നന്ദി, നമസ്കാരം. അപ്പം ഇതിൽ നിങ്ങൾക്ക് പറയുന്ന പോലെ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് എടുത്തെഴുതാവുന്നതാണ്. നിങ്ങളുടെ സൗകര്യം പോലെ ഇതിനെ മാറ്റം വരുത്താം കേട്ടോ. അടുത്തത് നമുക്ക് ഡോക്ടർ കെ ആനയുടെ വായിലെ ചുവന്ന ഭാഗത്ത് സൂചിയുടെ മുനയെറിഞ്ഞ് തറപ്പിച്ച ശേഷം പമ്പ് പിടിപ്പിച്ച് മരുന്ന് കടത്തി. തിരകളിലെ തോണി പോലെ അതിന്റെ ശരീരം ഉലഞ്ഞാടി. തുമ്പിക്കൈ അസ്വസ്ഥമായി പുളഞ്ഞു. പാഠഭാഗത്ത് ഇത്തരത്തിലുള്ള വലുതും ചെറുതുമായ വാക്യങ്ങളും വൈവിധ്യമാർന്ന വാക്യരചനാ രീതികളും കാണാമല്ലോ. ഈ രീതിയിൽ വ്യത്യസ്തതയുള്ള വാക്യരചനാ രീതി സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാവും? ചർച്ച ചെയ്യുക. മുകളിൽ നൽകിയ ചെറുവാക്യങ്ങളെ ഒറ്റവാക്യമായും വലിയ വാക്യത്തെ ചെറുവാക്യങ്ങളായും അർത്ഥവ്യത്യാസം വരാതെ എഴുതി നോക്കൂ. വാക്കുകൾ ചേർന്നാണ് വാക്യങ്ങൾ ഉണ്ടാകുന്നത്. വാക്യങ്ങളെ ലഘുവാക്യം, സങ്കീർണവാക്യം, മഹാവാക്യം എന്നിങ്ങനെ അവയുടെ ഘടനയനുസരിച്ച് തിരിക്കാം. ചെറുവാക്യങ്ങൾ ചേർത്ത് വലിയ വാക്യങ്ങളാക്കി ഭാഷാശൈലിയെ കൂടുതൽ അർത്ഥപൂർണമാക്കാൻ കഴിയുന്നു. ലഘുവാക്യങ്ങൾ സംവേദനത്തെ എളുപ്പമാക്കി തീർക്കുന്നു. ലഘുവാക്യങ്ങളും സങ്കീർണവാക്യങ്ങളും മഹാവാക്യങ്ങളാകുമ്പോൾ ആശയപ്രകാശനത്തിനും ഭാഷാപ്രയോഗത്തിനും ഭംഗി കൂടുന്നു. ആനയുടെ വായിലെ ചുവന്ന ഭാഗത്ത് സൂചിയുടെ മുന എറിഞ്ഞു തറപ്പിച്ചു. അതിനുശേഷം പമ്പ് ഘടിപ്പിച്ചു, മരുന്ന് കടത്തി. തിരകളിലെ തോണി പോലെ അതിന്റെ ശരീരം ഉലഞ്ഞാടി. തുമ്പിക്കൈ അസ്വസ്ഥമായി പുളഞ്ഞു. തിരകളിലെ തോണി പോലെ അതിന്റെ ശരീരം ഉലഞ്ഞാടുകയും തുമ്പിക്കൈ അസ്വസ്ഥമായി പുളയുകയും ചെയ്തു. അത് ഒരുമിച്ച് എഴുതിയത്, മേലുള്ള 3 പിരിച്ചെഴുതിയത് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആന ഡോക്ടർ എന്ന പാഠഭാഗം ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എല്ലാ കമൻസിനും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് അറിയിക്കുക. തുടർന്നും വാച്ച് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.